പ്രൈസ് ലോർഡ്. വേഗം പ്രതി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ എല്ലാ ദൈവങ്ങൾക്കും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുടെ ഷെയർ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം 1 രാജാക്കന്മാർ 17:6. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും, തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലേ. കാരണം ഏലിയാവിന് വേണ്ടി കർത്താവ് കാക്കയെ ഒരുക്കി ഇറച്ചിയും അപ്പവും ഒരുക്കി കൊടുക്കുന്ന ആ ഒരു ശക്തമായ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ആ ഒരു ഏലിയാവിൻ്റെ അടുത്ത് ആരാ പറയുന്നത്? കെരിത്തോട്ടത്തിൽ പോയിന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞത് തന്നെ കർത്താവാ അല്ലേ. ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് തന്നെ ഏലിയാവിനെ അഡ്വൈസ് ചെയ്യുക, നീ ഇന്നടത്ത് പോയി ഒളിച്ചിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഫുഡിനെ കരുതാം എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കർത്താവ് കൊടുക്കുക അല്ലേ, ദൈവം കൊടുക്കുക. ആ കൊടുക്കുന്ന പ്രോമിസിൽ ഒരു വള്ളി പുള്ളി തെറ്റാതെ കർത്താവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുകയും എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. ആ ഒരു ആരൊക്കെ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ദൈവമക്കളുമായിട്ട് ചിന്തിക്കാനാണ് ഞാൻ ഇത് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. കാരണം കാക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാനുഷ്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പക്ഷികളിൽ നമുക്ക് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും പക്ഷികളിൽ ഇഷ്ടമില്ലാത്തൊരു മൃഗം ഏതാന്ന് ഒരു പക്ഷി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് കാക്കയായിരിക്കും അല്ലേ. കാരണം മോസ്റ്റ്ലി ഒരു മനുഷ്യർക്കും കാക്ക ഇഷ്ടപ്പെടത്തില്ല. മൊത്തത്തിൽ കാക്കയുടെ ആ രൂപവും ആ ഒരു കളറും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ജീവിത ശൈലി തന്നെയാണ് പലപ്പോഴും കാക്കയെ നമ്മളിൽ നിന്ന് വെറുപ്പിക്കുന്നത് അല്ലേ. പക്ഷേ ആ കാക്കയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കുവാൻ തക്കണം അല്ലേ. അപ്പം അതിൽ നിന്ന് എന്തോ മനസ്സിലാക്കുക, ഈ നാളുകളിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ചില നന്മകൾ കടന്നു വരുന്നത്, അല്ലെ ചില ദൈവിക ദൂതുകൾ, അല്ലെ ചില ദൈവിക കാഴ്ചപ്പാടുകൾ കർത്താവ് പലർക്കും നമ്മുടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. പക്ഷെ നമ്മൾ ആ ഒരു ആത്മീയ പ്രസൻസ് മനസ്സിലാക്കാതെ നമ്മൾ ആ വ്യക്തികളെയും ആ വ്യക്തിയുടെ ജീവിതത്തെയും അല്ലെങ്കിൽ ആ കളറിനെയും സാഹചര്യത്തെയും നോക്കി പലപ്പോഴും കർത്താവ് തരുന്ന ബ്ലെസ്സിങ്സ്, ആ ഒരു അനുഗ്രഹങ്ങൾ നമ്മൾ തഴഞ്ഞു കളയാറുണ്ടല്ലേ. പലപ്പോഴും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കുറവാണ്. പല അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിൽ ലഭിക്കാതെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനോഭാവം, ചിന്താഗതി. അത് തന്നെയാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യാതെ നമ്മളെ അകറ്റി നിർത്തുന്നത്. കാരണം നമുക്കറിയാം ഏലിയാവ് എന്ന് പറയുമ്പോൾ ശക്തമായിട്ട് കർത്താവ് എടുത്ത് ഉപയോഗിച്ചൊരു വ്യക്തി ജീവിതമല്ലേ. നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഏലിയാവും. പക്ഷേ ആ ഏലിയാവ് കർത്താവിൻ്റെ ഒരു പ്രസൻസിൽ കർത്താവിൻ്റെ വാക്കനുസരിച്ച് നടന്നപ്പോൾ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളല്ല ഏലിയാവ് ചെയ്യുന്നത്. ഒരു അസാധാരണ പവറോടെ, ഒരു അസാധാരണമായ ഒരു ദൈവിക പ്രസൻസോടെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നൊരു വ്യക്തി ജീവിതമായി ഏലിയാവ്. ആ ഏലിയാവിന് കർത്താവ് ഫുഡ് ഒരുക്കിയത് ആര് മുഖേനയാ? ഒരു കാക്കയെ കൊണ്ട. സത്യം പറഞ്ഞാൽ ഒന്ന് നമ്മൾ മാനുഷ്യമായ ഒരു കണ്ണിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാക്ക കൊണ്ട് ഫുഡ് കൊടുത്തത്, ആ അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തത് ഒരിക്കലും ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു സഞ്ചിയിലോ, ഈവൻ ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു ചെറിയ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മൾ പറയുമല്ലോ ചെറിയ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അങ്ങനത്തെ കവറിലൊന്നും ആയിരിക്കത്തില്ല കാക്ക കൊണ്ട് ഏലിയാവിന് ഫുഡ് കൊടുത്തത്. ആ കാക്കയുടെ ചുണ്ടിൽ തന്നെയായിരിക്കും ആ ഒരു ഫുഡ് കൊണ്ട് കൊടുത്തത്. കാരണം കാക്കയ്ക്ക് അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ സഞ്ചി പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു കവർ പിടിക്കുന്ന പോലെ കാക്കയ്ക്ക് കൈയില്ല, ആകെയുള്ള കാലല്ലേ. ആ ഒരു രീതിയിൽ ഒരു പക്ഷേ ഏതൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും ആ ഒരു ചുണ്ടിനെ കാട്ടിലും ഒരു പക്ഷേ കാലുകൊണ്ട് ആ ഒരു കാക്ക ആ ഒരു ഫുഡ് റിസീവ് കൊണ്ട് കൊടുക്കുന്നത് എങ്കിൽ പോലും ആ കാലിൽ തന്നെ എന്തുമാത്രം അഴുക്കുകൾ കാണും. നമുക്കറിയാം കാക്ക ഒരു ചെറിയൊരു ഏരിയയിൽ ചെന്നാൽ ആ ഒരു ചുണ്ട് വെച്ച് അവിടെ മൊത്തം ഇത് ചെയ്യും. അതുപോലെ തന്നെ തൻ്റെ കാലുകൾ ഉപയോഗിച്ച് വളരെയധികം ഇളക്കി മറിക്കുക അല്ലേ. മൊത്തത്തിൽ പറഞ്ഞാൽ കാക്ക എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധിയില്ലാത്തൊരു പറവയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഏലിയാവിന് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ഏലിയാവിന് കർത്താവിന് ചോദ്യം ചോദിക്കാമായിരുന്നു, കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ശക്തമായി നിൽക്കുന്നൊരു വ്യക്തി ജീവിതമാണ്. അങ്ങ് പറഞ്ഞത് വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ്. അങ്ങനെയുള്ള എനിക്ക് ഒരു കാക്കയെ മാത്രമേ ഞാൻ കിട്ടിയുള്ളൂ ഫുഡ് കൊണ്ട് തരാൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേറെ ഒരു ജീവിയെയും കിട്ടിയില്ലയോ എന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാമായിരുന്നു. പക്ഷേ ഏലിയാവ് അതൊന്നും ചോദിക്കാതെ കർത്താവ് കൊടുത്തത് ആരെ ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചോ അത് ഒരു മനസ്സ് കുറവില്ലാതെ, ഒരു മനസ്സില്ലാതെ പൂർണ്ണ മനസ്സോടെ ആ ഫുഡ് റിസീവ് ചെയ്യുകയും അത് ഭക്ഷിക്കുകയും അതിൽ നിന്ന് ശക്തിപ്പെടുകയും ചെയ്തല്ലേ. ഈ ദിവസങ്ങളിൽ നമ്മളും വ്യക്തി ജീവിതങ്ങളെ നോക്കാതെ
ക്വാളിറ്റിയും കളറും നോക്കാതെ, മറ്റ് സാഹചര്യങ്ങൾ നോക്കാതെ കർത്താവ് ആരിലൂടെ ചെയ്തെടുക്കാൻ ഇടയാക്കുന്നോ അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളത് ഗ്രഹിക്കുവാനും റിസീവ് ചെയ്യേണ്ടത് റിസീവ് ചെയ്യുവാൻ തക്കമുള്ള മനോഭാവം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അതൊരു വലിയ തെറ്റായിട്ട് കുറവായിട്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റിക്കണം കർത്താവ്. കാരണം പല ദൈവ പ്രവൃത്തികളും തടഞ്ഞു പോകുന്നതിൻ്റെ റീസൺ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഏലിയാവ് അനുസരണയുള്ള മനോഭാവത്തോടെ തന്നെ കർത്താവിൻ്റെ ഒരു ഓർഡർ റിസീവ് ചെയ്തതുപോലെ, അത് അക്സെപ്റ്റ് ചെയ്ത് അത് യൂസ് ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളും ആ ഒരു മനോഭാവത്തിലേക്ക് തന്നെ കടന്നു വരണം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിജീവിതങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കാതെ, കളർ നോക്കാതെ, മറ്റ് ഒന്നും നോക്കാതെ ദൈവഹിതത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും, നമ്മളും ശക്തീകരിക്കപ്പെടും. കർത്താവ് നമ്മളെടുത്ത് ഉപയോഗിക്കുകയും ദൈവം നമ്മളെടുത്ത് മാനിക്കുകയും തന്നെ ചെയ്യും. ഈ വചനത്തെ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ ചുരുക്കുന്നു. ആമേൻ.